നമസ്തേ. എന്താണ് ആത്മീയ വളർച്ചയുടെ അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർവികൽപ്പ സമാധിയാണ് എന്ന് നമ്മൾക്കറിയാം. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ അതിനു മുൻപായിട്ട് ഒരുപാട് ഗോൾസ് അറ്റൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളുടെ ഈ സ്പിരിച്വൽ ഗ്രോത്ത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നതായിട്ടുള്ള ചെയിൻ ഓഫ് എക്സ്പീരിയൻസസ്, നമുക്കുണ്ടാകുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഈ ജീവിതത്തിലും മുൻ ജീവിതത്തിലും ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന അവസ്ഥകളിലുമൊക്കെ നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലേക്ക് നയിക്കുന്നു. ആ ആത്മീയ വളർച്ച എത്തിച്ചേരുന്നത് പക്വതയുള്ള ഒരു ആത്മാവ് എന്നുള്ള അവസ്ഥയിലേക്കാണ്. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുറ്റും നോക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ഒരുപാട് മച്ചുവേർഡായിട്ടുള്ള ആത്മാക്കളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്നതായിട്ടുള്ള ശൈശവാവസ്ഥയിലുള്ള ആത്മാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തുതന്നെയാണെങ്കിലും നമുക്ക് ആത്മീയ വളർച്ചയുടെ ഈ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട ഗോൾ ആയിട്ടുള്ള സോൾ മച്യൂരിറ്റി അല്ലെങ്കിൽ ആത്മാവിൻ്റെ പക്വത, ആത്മീയ പക്വത എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? അത് നമ്മളെ സ്വയം വിലയിരുത്താനും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, മറ്റു വ്യക്തികളെക്കുറിച്ച്, മറ്റ് ആത്മാക്കളെക്കുറിച്ചൊക്കെ ഗ്രാഹ്യമുണ്ടാക്കാനായിട്ടും നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ സോൾ മച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മച്യൂർഡ് സോളിൻ്റെ പക്വതയെത്തിയ ഒരു ആത്മാവിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് വളരെ ചുരുക്കത്തിൽ പരിശോധിക്കാം. പക്വതയെത്തിയ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രതികരിക്കുന്നില്ല, തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പല സംഭവങ്ങൾ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ചുറ്റിനും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ കാര്യങ്ങളോട് ഓവർ റിയാക്റ്റ് ചെയ്യും, ചില ആളുകൾ അണ്ടർ റിയാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് സഹിച്ചു കഴിയും. പക്ഷേ ഒരു പക്വതയെത്തിയ ആത്മാവ് എന്താണ് ചെയ്യുന്നത്? അത് ചാടിക്കേറി എന്തെങ്കിലും പ്രതികരണം നടത്തുകയല്ല, എന്നാൽ മിണ്ടാതിരിക്കുകയല്ല. ആദ്യം അത് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഗ്രഹിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നതും നമ്മുടെ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലൂടെ, ഈ അവസ്ഥകളിലൂടെ, ഈ എൻവയോൺമെൻറ്റിൽ ഈ നടക്കുന്നതായിട്ടുള്ള സംഗതികൾ എന്താണ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിനൊക്കെ ഗ്രഹിച്ച് കഴിയുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കർമ്മത്തിൽ അധിഷ്ഠിതമായി ധർമ്മത്തിന് അനുസൃതമായിട്ട് എങ്ങനെ പ്രതികരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്വതയെത്തിയ ആത്മാവ് സംഭവങ്ങളോട് ആദ്യം തന്നെ പ്രതികരിക്കുന്നില്ല, ആദ്യം അവബോധമുണ്ടാക്കുന്നു, അതിനുശേഷം മാത്രമാണ് പ്രതികരണം. നമ്മൾ പല വ്യക്തികളെയും കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരെ മാറ്റാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവർ ചിലപ്പോൾ പ്രായത്തിൽ കുറഞ്ഞവരെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും, മക്കളെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും, മരുമക്കളെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്തുകൂടെ. ശക്തമായിട്ട് അവരോട് ഇത് എന്നോട് പറയരുതെന്ന് പറഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ അവർ നിർത്തുള്ളൂ. എങ്കിലും ഒരവസരം വരുന്ന സമയത്ത് അവർ വീണ്ടും അത് എടുത്തിടുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ യഥാർത്ഥത്തിൽ എത്ര പ്രായം ചെന്ന ആളാണെങ്കിലും പക്വത എത്തിയിട്ടുള്ള ഒരു ആത്മാവല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്വതയെത്തിയ ആത്മാക്കൾ ഒരിക്കലും മറ്റുള്ളവരെ മാറ്റാനായിട്ട് ശ്രമിക്കില്ല എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ കർമ്മമുണ്ട്, അവർക്ക് ഓരോ ഫ്രീക്വൻസി ഉണ്ട്, അവരുടെ ജന്മത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്. അപ്പം നമ്മൾ അത് ഫോഴ്സ്ഫുള്ളായിട്ട് മാറ്റാനായിട്ട് നമ്മൾ ആളല്ല. നമുക്ക് ചില രീതിയിലുള്ള അഡ്വൈസുകൾ, അല്ലെങ്കിൽ അഡ്വൈസ് എന്ന് പറയുന്നതിനേക്കാളും നന്നായിട്ട് പറയാൻ സാധിക്കുക സജഷൻസ് എന്നാണ്. നമുക്ക് ചില സജഷനുകളൊക്കെ കൊടുക്കാം. അപ്പോൾ അത് അവർക്ക് വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഫ്രീഡം എപ്പോഴും അവിടെ കൊടുക്കുന്നത് കൂടുതൽ സാഹചര്യങ്ങളിലും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മളല്ലാത്ത ചില അവസരങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റീവായിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. ബട്ട് അത് ഡിഫറൻ്റ് ആണ്. അത് ഗൈഡൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകൾ, അല്ലെങ്കിൽ ഗുരുക്കന്മാർ, ഇനി അതല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെ കറക്റ്റ് ഡയറക്ഷൻ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വേറൊരു വ്യക്തിയുടെ ജീവിതത്തിനെ ഡയറക്റ്റായിട്ട് വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യം, അതിൽ നിന്ന് ആ വ്യക്തിയെ എന്തെങ്കിലും രീതിയിൽ ഫോഴ്സ് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ അവൻ്റെ ട്രാക്കിനെ മാറ്റുക, അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുക തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല ആളുകളും ജീവിതത്തിൽ തകർന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വഴിതെറ്റിയ ഉപദേശങ്ങൾ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പം നല്ലതാണ് എന്നുള്ള, ഇവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്നുള്ള ഒരു ഈഗോയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പറയുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ മനുഷ്യൻ്റെ കർമ്മ വഴി എന്താണ് എന്നുള്ളത്. അതിനനുസൃതമായിട്ട് എനിക്ക് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് എനിക്ക് സജഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും പക്വതയെത്തിയ ഒരു ആത്മാവ് ചിന്തിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ മാറ്റുക എന്നുള്ള ഉദ്ദേശമല്ല.
പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ തിരുത്തപ്പെടാനുള്ളതല്ല, അതിനുശേഷം അവരുടെ സമയം വരുമ്പോൾ അവർ ഓരോന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരുമെന്നുള്ള ആ സത്യത്തിനെ അക്സെപ്റ്റ് ചെയ്ത വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുക, മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ട് ഉപദ്രവിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്, ഇവരെ സംബന്ധിച്ചൊരു വിഷയവുമല്ല. എന്താണ് ഒരുവന്റെ കർമ്മ വഴിയെക്കുറിച്ചിട്ടുള്ള അവന്റെ അവബോധം എന്നുള്ളത് അവൻ ധ്യാനത്തിലൂടെയും ചിന്തകളിലൂടെയും കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള വഴികൾ ചിലപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചേക്കും. പല ആളുകൾക്കും ഇന്ന് നിശബ്ദതയിലായിരിക്കുന്നത് അസ്വസ്ഥതയാണ്. നിശബ്ദത സമം അസ്വസ്ഥത എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇന്ന് ആധുനിക ലോകം അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ആളുകളും ഷെയർ ചെയ്യുന്ന ഒരു കാര്യം. ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്, തനിച്ച് സമയം ചെലവഴിക്കാൻ ഇഷ്ടമില്ല, എപ്പോഴും ബോറടിച്ചുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്യും, എങ്ങനെ പോകും എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും ധാരണയില്ലാത്തതായിട്ടുള്ള അവസ്ഥകൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പങ്കുവെക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു മച്വേർഡ് സോൾ അല്ലെങ്കിൽ ഈ ആത്മാക്കൾക്ക് പക്വത എത്തിയിട്ടില്ല. പക്വത എത്തിയ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിശബ്ദതയിൽ ശാന്തത കണ്ടെത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ഉള്ളിൽ നിറവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒറ്റയ്ക്കിരിക്കുന്നതിനെ ലോൺലി ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് തോന്നുന്നില്ല. അതേസമയം ഒറ്റയ്ക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന, നിശബ്ദമായിട്ടിരിക്കുന്ന അവസ്ഥ ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരുപാട് പേരും സമൂഹത്തിൽ നിന്ന് വാലിഡേഷൻ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൈസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടാൻ വേണ്ടി, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് സ്റ്റാറ്റസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട്, സമൂഹത്തിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന അവസ്ഥ നിലനിർത്താനായിട്ട് ഭയങ്കര എഫേർട്ട് എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത് പെർഫോം ചെയ്ത് മറ്റുള്ളവരെ കാണിക്കാനുള്ളൊരു സംഗതിയല്ല. അത് നിങ്ങൾ തന്നെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉള്ളൊരു സംഗതിയാണ്. നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്ന സമയത്ത് അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ കിട്ടുന്നത് യഥാർത്ഥത്തിലുള്ള സന്തോഷമാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് വാലിഡേഷൻ മാറുന്നില്ല. എത്രമാത്രം പ്രൈസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പുകഴ്ത്തലുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഉള്ളിലെ സെൽഫ് വർത്ത്, സെൽഫ് ഇവാലുവേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രൈസ് കിട്ടിയാലും ഇല്ലെങ്കിലും അവരുടെ ഉള്ളിലെ ബാലൻസിങ് മാറുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സെൽഫ് വർത്ത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. പക്വത എത്താത്ത ആത്മാക്കളുടെ ഒരു പ്രത്യേകതയാണ് നാടകം കളിക്കുക എന്നുള്ളത്. കുടുംബത്തിൽ നാടകം കളിക്കുക, ജീവിതത്തിൽ നാടകം കളിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ നാടകം കളിക്കുക. പല യാഥാർത്ഥ്യങ്ങളും യാഥാർത്ഥ്യം ഇതല്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നലുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത, സ്വന്തം ഇമേജ് സംരക്ഷിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുക. ഇതൊക്കെ മച്യൂരിറ്റി ഇല്ലാത്ത ആത്മാക്കളുടെ പ്രത്യേകതയാണ്. എന്നാൽ പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള ബൗണ്ടറി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. എവിടെയാണ് വേണ്ട അല്ലെങ്കിൽ വേണം അല്ലെങ്കിൽ അതെ അല്ല എന്നൊക്കെ പറയാനായിട്ട് കൃത്യമായിട്ടുള്ള ധാരണ പക്വതയെത്തിയ ആത്മാക്കൾക്കുണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വേണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയാനായിട്ട് നാടകങ്ങൾ കളിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. പക്വതയില്ലാത്ത ആത്മാക്കളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് എല്ലാം കൺട്രോൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം. പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് യാതൊരു തരത്തിലും നിയന്ത്രണമില്ലാത്ത കാര്യത്തെ ഞാൻ എന്തിനു വെറുതെ പോയി എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കണം, അതുപോലെ തന്നെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക, പ്രപഞ്ചം അത് നോക്കിക്കൊള്ളും. എന്നാൽ എനിക്ക് 1% നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ നിയന്ത്രണം ഞാൻ എടുക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ വേർതിരിവ് പക്വതയെത്തിയ ആത്മാക്കൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇതെല്ലാ കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള ജീവിതമായിക്കോട്ടെ, മറ്റു വ്യക്തികളുടെ ജീവിതമായിക്കോട്ടെ, കുടുംബങ്ങളുടെ കാര്യമായിക്കോട്ടെ, ഇതെല്ലാം എനിക്ക് തന്നെ ഏറ്റെടുത്ത് നിയന്ത്രിക്കണം എന്നുള്ളൊരു ചിന്ത പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് കൺട്രോൾ, പവർ തുടങ്ങിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ച് കർമ്മം, ധർമ്മം അത് നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ജീവിതത്തിന്റെ ഒഴുക്കിൽ അവർ വിശ്വസിക്കുന്നു. എന്തിനെങ്കിലും വിട്ടുകൊടുക്കുന്നത് വീക്ക്നെസ് അല്ല, മച്യൂരിറ്റിയാണ് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പക്വതയെത്തിയ ആത്മാക്കളെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ എഴുതിയതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സിറ്റുവേഷൻസ്, ഇവൻസ്, ഇതൊന്നും അവരെ ഷെയ്ക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഇതൊന്നും അവരുടെ സമാധാനത്തിനെയോ അല്ലെങ്കിൽ അവരുടെ കർമ്മത്തിലൂടെയുള്ള പോക്കിനെയോ തടയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആരെങ്കിലും അവരെ ഒറ്റപ്പെടുത്തുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കാലം അതിനുള്ള മറുപടി നൽകും. അല്ലെങ്കിൽ ഒരു പക്വതയെത്തിയ ആത്മാവിന് ആത്യന്തികമായിട്ട് ഈ പുറത്തു നിന്നുള്ള ആക്രമണങ്ങൾ പോലും ഗുണകരമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ഉള്ളിൽ.
മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പക്വതയെത്തിയ ഒരു ആത്മാവാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾക്കും പ്രവർത്തികൾക്കും ഒന്നും നിങ്ങളുടെ ഇന്നർ പീസ് അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള സമാധാനത്തിനെ ഒരു കാരണവശാലും നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല. പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചടികൾ ഉണ്ടാവുകയാണെങ്കിൽ, എല്ലാവരുടെ ജീവിതത്തിലും തിരിച്ചടികൾ ഉണ്ടാവും. കൂടുതൽ ഉയർന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ വലിയ തിരിച്ചടികൾ നമുക്കുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ കാരണക്കാർ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല. ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ലെസൺ അവർ സ്വായത്തമാക്കുകയാണ്. കാരണം അങ്ങനെ മുൻപ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഈ അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചത്. അവർ വലിയതായിട്ടുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്ന് വലുതായിട്ടുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തലത്തിലേക്ക് അവർക്ക് ഉയർന്നു പോകാനായിട്ട് സാധിക്കുകയാണ്. ഇത് നമ്മളുടെ ജീവിതത്തിനെ ശക്തവും അതേസമയം തന്നെ സമാധാനപൂർണവുമാക്കി മാറ്റുകയാണ്. അങ്ങനെ നമ്മളൊരു ഇരുത്തം വന്ന ആത്മാവ് എന്നുള്ള അവസ്ഥയിലേക്ക് വളരുകയാണ്. പക്വതയെത്തിയ ആത്മാക്കൾക്ക് മറ്റുള്ളവരോട് കമ്പാഷൻ അല്ലെങ്കിൽ ദയവുണ്ടാകും, അലിവുണ്ടാകും, കരുണയുണ്ടാകും, സ്നേഹം ഉണ്ടാകും. പക്ഷേ അറ്റാച്ച്മെന്റ് അവരിലേക്ക് കൊളുത്തിക്കിടക്കുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർമാരായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, മറ്റെന്ത് രീതിയിലുള്ള ബന്ധവുമായിരിക്കാം. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മച്ചുവേർഡ് സോളിനെ സംബന്ധിച്ചിടത്തോളം അറ്റാച്ച്മെന്റ് ഇല്ല. അവരെങ്ങനെ ആയിരിക്കുന്നോ അതുപോലെ അവർ നിൽക്കുന്നു. അവർക്ക് വേണ്ട ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു, അത്രമാത്രം. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കൈവശം വെക്കാതെ തന്നെ അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്വതയെത്തിയ ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാം അറിഞ്ഞവരല്ല, അവർ എല്ലാം അംഗീകരിച്ചവരാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും അംഗീകരിക്കുന്ന സമയത്ത്, അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പാഠം ശാന്തമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്ത് രീതിയിലുള്ള പ്രതിസന്ധികൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് താഴേക്കൊരു വീഴ്ചയില്ല. ആ പ്രതിസന്ധികളൊക്കെ നമ്മുടെ അടുത്ത ലെവലിലേക്കുള്ള സ്റ്റെപ്സായിട്ട് രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും എനിക്കറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒരു പക്വതയെത്തിയ ആത്മാവാണോ ഞാൻ, അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ സ്വഭാവങ്ങളിലുണ്ടോ, ഇനി എന്തൊക്കെ കുറവുകൾ എനിക്കുണ്ട്, എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരെ എനിക്ക് കൃത്യമായിട്ട് വിധിക്കാൻ വേണ്ടിയല്ല, വിലയിരുത്താനായിട്ട് സാധിക്കുകയാണ്. കൂടുതൽ പ്രൊഫൗണ്ടായിട്ടുള്ള സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടെ നമുക്ക് കൂടുതൽ സ്പിരിച്വൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്തുകൊണ്ട് ഒരു മച്ചുവേർഡ് സോളിലേക്കുള്ള യാത്രയും, അതിനുശേഷം നമുക്ക് എൻലൈറ്റൻഡ് സോളിലേക്കുള്ള യാത്രയും, അതിനുശേഷം നമുക്ക് ഒരു നിർവികൽപ്പ സമാധിയിലേക്കും എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.